ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മാവിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പോൾ ഈ മാവിനെക്കുറിച്ച് ഇത്ര വീഡിയോ ചെയ്യാനുള്ളത്? ഇതൊരു വ്യത്യസ്തമായ മാവാണ്. ഒരു മാവുമേ 30 തരത്തിലുള്ള മാങ്ങകൾ. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് കോഴിക്കോട് കാരശ്ശേരിയിലുള്ള അദ്ദു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിന് ചുറ്റുപാടും അത്യാവശ്യം ഫാമൊക്കെ ഉണ്ട്. കൂടുതലും മാവുകളും ഒരുപാട് തരം വെറൈറ്റീസ് ഫ്രൂട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തോട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക. പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോയിലിൽ അഗ്രോ ഫാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ തോന്നുന്നു, മുന്നോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ കഥാപാത്രമായിട്ടുള്ള മാവ്. ഇത് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ എത്ര മാങ്ങ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം ലൈറ്റിൻ്റെയും ക്യാമറയുടെയൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇത് അത്യാവശ്യം മാങ്ങ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതുമ്മേ ഒരുവിധം മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള മാങ്ങകൾ എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്നതൊക്കെ ചേലൻ മാങ്ങ, നീലം മാങ്ങ, കാലാപ്പാടി, ആപ്പിൾ റുമേനിയ, അപ്പോസ്, കുളമ്പ്, ഗ്രാമ്പു എന്ന് തുടങ്ങി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഈ മാവിലുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കുന്നുണ്ട്. ഒരുവിധം മാങ്ങകളൊക്കെ ഇതുമ്മേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അദ്ദു എന്ന് പറഞ്ഞ ഇക്കാടെ അടുത്ത് പോയി നോക്കാം. അദ്ദുക, ഇതാണ് അദ്ദുക, നമ്മളെ ഈ പറയുന്ന വ്യത്യസ്തമായ മാവിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അദ്ദേഹത്തിനോട് തന്നെ ഫുള്ളായിട്ട് കാര്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് ചോദിച്ചറിയാം. അതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ വിത്താണോ, അതായത് ബഡ് ചെയ്തതാണോ, എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ അദ്ദുക, നമസ്കാരമുണ്ട്. എന്തൊക്കെ ചെറിയ ചാനലുമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മീഡിയ വണ്ണിൽ ഇതിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ശരി, അങ്ങനെ ഒത്തിരി ചാനലുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ടായി. യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സംഭവം, എന്താണ് ഇതിപ്പോൾ ആളുകൾക്ക്, നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. ഇതൊന്നുമില്ല, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാവ് കൃഷി. മാവല്ല, എൻ്റെ അടുത്ത് ഏകദേശം 350 വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട്. പിന്നെ ഒരു 150 വെറൈറ്റി മാവുകളുണ്ട്. അത് ഒരു മാവ് തന്നെ ഏകദേശം 30 വെറൈറ്റി ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തായിട്ടുണ്ട്. മാവ് ഒരു 12ഓളം വെറൈറ്റി കഴിച്ചു. പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല, ഒരു മാവിൽ ഇപ്പോൾ 30 തരം മാങ്ങയെന്ന് ചോദിച്ചാൽ ആളുകൾ അന്തം വിട്ടു. ഇല്ല, ഏകദേശം ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയോടത്തുള്ള ഒരു 2500ൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഉറപ്പല്ല കേട്ടോ, മാവ് വെറൈറ്റീസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കൽക്കത്ത, മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഈ മുഗൾ ചക്രവർത്തിമാർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത മാവുകളാണ് ചെയ്തത്. ഇവിടെ തന്നെ അവർ ഈ അക്ബർ, ഷാജഹാൻ ഓരോ കാലത്ത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിപ്പുവിൻ്റെ കാലത്ത് പടയോട്ട സമയത്താണ് ഇവിടെ ഈ പബ്ലിക് പ്ലേസിലൊക്കെ മാവ് നട്ടത്. ഈ ഹൈവേയിലെ കാണുന്ന വലിയ മാവുകളിലെ അവർ നട്ടതാണ്, നമ്മളാരും നട്ടിട്ടില്ല. നമ്മൾ മുറിച്ച് ഒഴിവാക്കി റോഡ് വികസനത്തിന് വേണ്ടി, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉഷാറായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. മാവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പഴമാണ്. ഒരുപാട് വെറൈറ്റി ഇപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചേലനുള്ളൊരു നാട്ടുമാവിൽ ഒരുപാട് വെറൈറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ നട്ട മാവുകൾ നമ്മൾ മുറിച്ച് കളയാം, ആരും നടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കളക്ട് ചെയ്യും. ഞാനിവിടെ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ അട്ടപ്പാടി പോയിട്ട് അണ്ടി കൊണ്ടുവരും, കാട്ടുമാവിൻ്റെ അണ്ടി. അതിലാണ് വിത്ത്. അത് മുളച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കായ്ക്കുന്ന മാവുകൾ, നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ടേസ്റ്റുള്ള മാവുകൾ മാത്രം ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള അങ്ങനെ കളയും. ഇതൊരു 50ഓളം വെറൈറ്റി ഇവിടെ കായ്ച്ചിട്ടുണ്ട്. മാവ് കായ്ച്ചു, നല്ല ടേസ്റ്റുള്ള മാവ്, നമ്മളെ നാട്ടിലേക്ക് പറ്റിയ കാലാവസ്ഥയിലേക്ക്. പിന്നെ മാവ് നടുമ്പോൾ ഒരുപാട് ഇതിൻ്റെ കൾട്ടിവേഷൻ രീതി നമ്മൾ പഠിക്കേണ്ടി. മാവ് പ്ലാവിൻ്റെ ചോട്ട് കൊണ്ടുപോയി നട്ടിട്ട് കാര്യമില്ല, മാവിന് നല്ല വെയിൽ കൊള്ളണം. ഉദാഹരണത്തിന് മല്ലിക നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, പക്ഷെ അത് ഇവിടെ കായ്ക്കാൻ പ്രയാസമാണ്. മല്ലിക കായ്ക്കാൻ പ്രയാസമാണ്, കായ്ക്കൂല എന്നല്ല ഞാൻ പറയുന്നത്. കായ്ക്കണമെങ്കിൽ 6 മണിക്കൂർ കണ്ടിന്യൂ വെയിൽ കൊള്ളണം.
അതുമാതിരി ഫോസ്ഫറസ് ഉള്ള മണ്ണയക്കണം. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പഠിക്കണം, നിർബന്ധമായിട്ട് കുറച്ചല്ല നല്ലോണം പഠിക്കണം. മറ്റ് പ്ലാവ് ഇതിന് മാതിരില്ല. പ്ലാവൊക്കെ എവിടെ നട്ടാലും അതിന് കായ്ച്ചു വരും. മാവ് അങ്ങനെയല്ല. മാവ് ഇപ്പോൾ രത്നഗിരി ആപ്പൂസ്, കാലാപ്പാടി, സിന്ദൂരം, നീലൻ, വൈറ്റ് മൂവാണ്ടൻ, കോശേരി, മൽഗോവ, ആപ്പിൾ റുമേനിയ, ഇതൊക്കെ ഇവിടെ കായ്ക്കുന്ന മാവുകളാണ്. പക്ഷെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുമോ, ഏതെങ്കിലും കായ്ക്കാത്ത മാവ് ആന്ധ്ര മാവുകൾ വാങ്ങി നടും. നമ്മുടെ ടൈം വേസ്റ്റായി. അപ്പോൾ നമ്മൾ മാവ് ഏത് നടണം, ഏത് മാവാണ്, ഏത് മാങ്ങിന് ടേസ്റ്റ്, അതിനെറ്റി പഠിച്ചിട്ട് നടണം. അതടുത്ത് കൃഷി ഓഫീസർമാരായിട്ടോ അല്ല അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ബന്ധപ്പെട്ടിട്ട്, ഇത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും കിട്ടുന്നതല്ലേ, നഴ്സറികളിലൊക്കെ അവൈലബിളാണ്. പലതരം മാവിൻ തൈകൾ കിട്ടും. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം മാവ് എവിടെ നടണം, മാവിന് വെയിൽ കൊള്ളണോ, എന്തൊക്കെ വളം ചെയ്യണം. പലരും നടലെങ്ങനെ അറിയാം, കുയിലിറക്കി വെക്കും. കുയ്യ് വെച്ചിട്ട് കുയിലേക്ക് ഇറക്കി വെക്കാൻ പാടില്ല, 2 ഇഞ്ച് പൊക്കി വെക്കണം. അതുപോലെ നമുക്ക് അറിയില്ല. അത് എന്നിട്ടൊക്കെ പഠിച്ചതിന് ശേഷം കൃഷി ചെയ്യുക. പിന്നെ ഇത് മാവിൻ്റെ തൈ പർച്ചേസ് ചെയ്ത നിർബന്ധമല്ല. നിങ്ങൾ വീട്ടിൽ നല്ല കായ്ക്കുന്ന മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പെടുത്ത് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഞങ്ങളിവിടെ ജൂൺ ജൂലൈയിൽ ക്ലാസ് ഉണ്ട്, ഫ്രീ ആയിട്ട് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആര് വന്നാലും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കും പഠിക്കാം. അത് വലിയ ഒരു ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്ന മാതിരി വലിയ കാര്യമൊന്നുമല്ല. ചെറിയ സിമ്പിൾ, ഏത് കുട്ടിക്കും ചെയ്യാം. മനസ്സുണ്ടാവും. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ ഇന്തോനേഷ്യ, തായ്ലൻഡ് ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, പാഠ്യപദ്ധതിയാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ കമ്പ്യൂട്ടറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടതൊക്കെ കൃഷിനാറ്റി ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളേം തയ്യാറാണ്. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ തയ്യാറുള്ള ആൾക്കാർ വിടേണ്ട ജൂൺ ജൂലൈയിൽ വിട്ടാൽ ക്ലാസ് എടുത്ത് കൊടുക്കുക. അവർ മാവിനെ തൈ കൊണ്ടുവരാൻ അവർക്ക് ബഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇവിടുന്ന് ചെയ്യണം, ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പഠിപ്പിച്ച് തരാനടക്കം റെഡിയാണ്. ഇതിന് താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക. അത് ഞാനിവിടെ സെയിലാക്കുക എന്ന് പറയുന്നത് ഫ്രീ കൊടുക്കാനാണ് താല്പര്യം. പക്ഷേ സെയിലാക്കാൻ ചിലവുണ്ടല്ലോ. അതിന് മാങ്ങകൾ നിങ്ങൾക്ക് പഴുത്ത സമയത്ത് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്നിപ്പോൾ ഏകദേശം ഒരു 5-6 ആൾക്കാർ വന്നാൽ യൂട്യൂബേഴ്സ് തന്നെ വന്നിട്ടുണ്ട്. പഴുത്ത മാങ്ങ കാണുന്നതാണ് നിങ്ങൾക്ക് പറിച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഭാഗ്യം പോലെ ഇരിക്കും. ഇന്നത്തെ രാവിലെ തന്നെ പറിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് നോമ്പല്ലേ, നോമ്പ് 1 മുതൽ ഞങ്ങൾ മാങ്ങ തരം വാങ്ങിച്ചു നോക്കിയില്ല. ഇവിടുന്ന് കിട്ടും. നമുക്ക് കഴിക്കാനുള്ള ജ്യൂസ് അടിക്കാനുള്ള ഒക്കെ ഈ 2 മാങ്ങ മതിയല്ലോ ഒരു ദിവസം. വിൽപ്പനായിട്ടില്ല. വിൽപ്പന ഗുണ്ടൽപേട്ടെന്ന് അവിടെ തോട്ടമുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഞങ്ങൾ പർച്ചേസ് ചെയ്ത സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ മല്ലിക കായ്ക്കുന്നുണ്ട്. അത് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കേട്ടോ, ഫുള്ളി ഓർഗാനിക്. മെഡിസിൻ ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പം അടിയിൽ ഹോർമോൺ കൾട്ടാറൊക്കെ ഉപയോഗിച്ചിട്ടല്ല മാവ് കൃഷി ചെയ്യണേ. അത് മിക്ക സ്ഥലത്തും, അതിന് സ്ഥലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അടിയിൽ കുയ്യെടുത്തിട്ട് കൾട്ടാർ വയ്ക്കും. പിന്നെ എൻഡോസൾഫായിട്ട് വലിയ കെമിക്കല്. അപ്പോൾ ഏത് പൂക്കാത്ത മാവും പൂക്കും. പിന്നെയാണ് അതിന് മുകളിൽ ഉഗ്ര വിഷങ്ങൾ അടിക്കും. പിന്നെ പൈപ്പിക്കണ എങ്ങനെ കാർബൺ ഇട്ടിട്ടുള്ള പൈപ്പിക്കണേ. അതൊക്കെ ഞാൻ പറയുന്നില്ല, ഡോക്ടർമാർ പറഞ്ഞുതരും അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ്. നിങ്ങളിവിടെ കണ്ടില്ല, ഞാൻ ഈ മാവിനൊന്നും ചെയ്യുന്നില്ല. വിഷം വാങ്ങി കഴിക്കുക. ഓർഗാനിക്കായിട്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങളൊരു മാവ് നട്ടാൽ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ. ഒരു വലിയ മനസ്സ് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊക്കെ എല്ലാ രീതികളും അറിയാവുന്ന ആളുകളാണല്ലോ. അത് എനിക്കറിയാവുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരുപാട് അറിവൊന്നുമില്ല കേട്ടോ എനിക്ക്. ഞാനിപ്പോൾ മഹാരാഷ്ട്ര പോയി വന്നാൽ, അപ്പോൾ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഞാൻ വെറും കുട്ടിയാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കാരണം അവർ അത്രയും കൂടുതൽ അവരൊക്കെ മാവ് ഇങ്ങോട്ട് ശരിക്ക് പലരും ഒരു പ്രശ്നം, അവിടെ കേരളത്തിൽ മാവ് പൂക്കുന്നുണ്ട്, അത് മുഴുവൻ കൊഴിഞ്ഞു പോവാണ്, ഒരു ഉണ്ണി പോലും പിടിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. അതൊരു ചോദ്യം ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കണ്ടത് മഹാരാഷ്ട്രയിലാണ്. അവർ മാവ് പൂത്ത് പോളിനേഷനായി ഉണ്ണി വിരിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, മാവ് കംപ്ലീറ്റ് കുലുക്കും, പിടിച്ച് ഇളക്കിയിട്ട് മാവ് ഫുള്ള് കരിഞ്ഞ പൂക്കൾ ഒഴിവാക്കും. അപ്പോൾ അതിൽ കൂടെ ഫംഗസ് വരിക. മഞ്ഞുവെള്ളം അല്ലെങ്കിൽ മഞ്ഞുവെള്ളത്തിലൂടെ ആ പൂവിലുണ്ടാകുന്ന ഫംഗസാണ് ഉണ്ണിയിൽ നീരൂറ്റി കുടിക്കും. അപ്പോൾ എന്താ, ഉണ്ണി വിരിഞ്ഞ ഉണ്ണിയും കൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരു പുതിയ അറിവായിരുന്നു എനിക്ക്. അത് മാവിന് നിർബന്ധമായിട്ട് ചെയ്യണം, കുലുക്കി ഒഴിവാക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പഠിക്കാണ്ട്. പിന്നെ നമുക്ക് മാവ് കൃഷി ചെയ്യാം. ഒരുപാട് കാര്യം വലിയ പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയ പൊടിക്കൈകളാണ്. എനിക്ക് നിങ്ങളെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താ അറിയോ, അതൊരു റിക്വസ്റ്റാണ്. എല്ലാവരും ഒന്ന് കുട്ടികളെ
പറഞ്ഞോളൂ. നമ്മളെ കുട്ടികളെ എന്താക്കണം, കുറച്ച് കൃഷിയിലേക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ വലിയ കൃഷി ഓഫീസർമാരാക്കണം എന്നല്ല, കുറച്ച് ജീവിക്കാനുള്ള പച്ചമുളക്, തക്കാളി, ഇങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് മാവ്, ഇതൊക്കെ നമ്മൾക്ക് വെയിലാണെങ്കിൽ വെയിൽ, മഴയാണ് മഴയൊക്കെ ശരിക്കും കുട്ടികൾ കൊള്ളേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കൊണ്ടല്ലേ. അപ്പം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വലിയ വലിയ ആൾക്കാരാണ്. പക്ഷെ അവർക്കൊന്നും ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ കൃഷിയോ ഒന്നും അറിയില്ല. ഇപ്പോൾ അവർക്ക് പഠിക്കണം, പക്ഷെ അവർ ടൈം കഴിഞ്ഞു. അവരെ ഈ പൈസ ഉണ്ട്, ഒരു ഭൂമി ഉണ്ട്, പക്ഷെ അവർ കൃഷി അറിയില്ല. അവരെ ഉപ്പാരെ അവരെന്താക്കി, അവരെ ഇറക്കിയിട്ടില്ല, ഗ്രൗണ്ടിൽ ഇറക്കിയില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മളെ പിള്ളേരെന്താക്കണം, അതിനെക്കുറിച്ച് അറിയിച്ച് നിർബന്ധമായിട്ടും. എനിക്ക് 4 പിള്ളേരാണ്. ഇപ്പോൾ എൻ്റെ മോളാണ് പച്ചക്കറി ഉണ്ടാക്കി. ഞങ്ങൾ താഴെ കണ്ടില്ല, ഞങ്ങൾ തക്കാളി, മുളകൊക്കെ അവരുടെ ഡ്യൂട്ടി. മോളുണ്ടാക്കി 4 മണി മുതൽ ഒരു 5 മണി മുതൽ 6 മണി വരെ സ്കൂൾ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പുറത്തിറങ്ങണം. ഫുള്ള് സ്ട്രിക്റ്റ് ആക്കണം നമ്മൾ, നിർബന്ധമല്ലേ. അവരെ പഠിപ്പിച്ചാൽ തന്നെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇനി ഇവിടെ നാട്ടിലെ തലമുറ, ഞാനിപ്പോൾ ഈ കൊറോണ വന്നിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് തക്കാളി, പച്ചമുളക് എല്ലാ സാധനവും എൻ്റെ വീട്ടിലുണ്ട്. അത് 10 സെൻറ്റ് ഉള്ളവനാണ് ചെയ്യാൻ പറ്റൂ. ബാരലിലും ചട്ടിയിലൊക്കെ ചെയ്യുക, ടെറസിൻ്റെ മുകളിൽ ചെയ്യുക. അതിനുള്ള നമുക്ക് എന്താക്കണം, ഒരു താല്പര്യം, മനസ്സ്. പൈസ കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. പൈസ നമുക്ക് തിന്നാൻ പറ്റൂല. നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരില്ലല്ലോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ അതൊക്കെ വരവ് നിൽക്കും. ഇപ്പോൾ വിഷമെങ്കിലും വരുന്നുണ്ട്, ഇനി വിഷവും വരില്ല. സ്വയം പര്യാപ്തം നേടൽ നിർബന്ധമാണ്. അത് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ അക്ക, ഇങ്ങനെ ഒരു വാല്യബിൾ ഞങ്ങൾക്കൊരു ടിപ്സും ഇൻഫർമേഷനും ഒക്കെ തന്നതിന് താങ്ക് യു. നമ്മളെ പ്രേക്ഷകരും വഹിക്കാനോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. ശരി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാട്ടോ, പറഞ്ഞു. ഇക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അക്ക, അപ്പോൾ വലിയ ഉപകാരം. താങ്ക് യു.